കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. 50ഓളം വൈദ്യുത പോസ്റ്റുകളും 2 ദിവസങ്ങളിലായി കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ജില്ലയിൽ 60 പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് നാശം വിതച്ചു. തിരുവല്ല, പൊടിയാടി, കോന്നി, കൊക്കാത്തോട്, കല്ലേലി, ചിറ്റാർ, കാരിക്കയം, ഏർത്ത് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം വിച്ഛേദിക്കപ്പെട്ടു. ഗതാഗതവും തടസ്സപ്പെട്ടു. ഇലകൊള്ളൂർ, ഏർത്ത് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തിരുവല്ല, പൊടിയാടിയിൽ തെങ്ങ് കടപുഴകി 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. വെളുപ്പിന് 2:30 ഒരു സൗണ്ട് കേട്ടാ ഞങ്ങളെല്ലാം എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് മുമ്പിലത്തെ ഒരു തെങ്ങ് കടപുഴകി. ഞാൻ തൊട്ടിപ്പുറത്തെ വീട്, ഞങ്ങൾ 4 പേര് ഞങ്ങൾ കിടക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ പുറത്ത് വീണിരുന്നെങ്കിൽ നല്ലൊരു കാഷ്വാലിറ്റി തന്നെ ഉണ്ടായേനെ. അത് ഏതായാലും രക്ഷപ്പെട്ടു. തൊട്ടപ്പോൾ കാർ ഷെഡിലൊരു കാറ് കിടപ്പുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് അതിന് തൊട്ട് താഴെ തന്നെ വീണു. ഒരു 5-8 പോസ്റ്റെങ്കിലും ഇവിടുന്ന് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ചെറിയൊരു സ്പാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ട് ഒരു ദുരന്തം ഒഴിവായെന്ന് വേണം പറയാൻ. ജില്ലയിൽ മലയോര മേഖലകളിലേക്ക് രാത്രിയാത്ര, വിനോദസഞ്ചാരം, ക്വാറികളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് 28-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണികൾ നിലനിൽക്കുന്ന 60 പ്രശ്നബാധിത മേഖലകൾ ജില്ലയിൽ കണ്ടെത്തി. ഈ മേഖലകളിൽ നിന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 230 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് നിലവിൽ അപകട ഭീഷണി ഉയർത്തിയിട്ടില്ല. പത്തനംതിട്ട.